ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞ പോയിന്റ്സാണ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ പോയിന്റ് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോയിന്റ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ സ്പേസിൽ ഇരിക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് രണ്ട് പ്ലെയിൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വെർട്ടിക്കലായിട്ടുള്ള പ്ലെയിൻ, ഇതിൽ വെർട്ടിക്കലായിട്ടുള്ള ഈ പ്ലെയിന് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ വി പി എന്ന് പറയും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിന് എച്ച് പി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും. ഇത് കൂടാതെ ഇതിന് മൂന്നാമതൊരു പ്ലെയിൻ കൂടെ ഉണ്ട്. ഇത് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ട് ഈ സൈഡിലൊരു പ്ലെയിൻ വരും. അതിന് പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പ്ലെയിൻസ് ആണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ ഇപ്പോൾ നമ്മൾ ഈ സ്പേസിൽ ഈ രണ്ട് പ്ലെയിൻ വെച്ച് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? സ്പേസിനെ മൊത്തം 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ക്വാഡ്രൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന് ഈ രണ്ട് ആരോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത് 4 ക്വാഡ്രൻ്റ് കിട്ടുന്നതിൽ ഇതാണ് നമ്മുടെ എന്തോന്ന് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഓക്കെ, ഈ 4 ക്വാഡ്രൻ്റ് അത് കഴിഞ്ഞിട്ട് ഈ 4 ക്വാഡ്രൻറ്റിനകത്ത് എവിടെ വേണോ നമ്മുടെ എന്ത് ചെയ്യാം ഒബ്ജക്റ്റ് വരാം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. തേർഡ് ആണെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. ഫോർത്ത് ആണെങ്കിൽ ഈ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. പക്ഷേ നമ്മൾ നോക്കുന്ന രീതി മാറത്തില്ല, കാരണം നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് നോക്കുന്നത്. ഇങ്ങനെയും തന്നെയാണ് നോക്കുന്നത്. ഇത് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ക്വാഡ്രൻറ്റിൻ്റെ നമ്പർ മാറും. അപ്പോൾ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതായി. ഇനി എന്താ പറയുക, നമ്മൾ ഒരു 3D ഒബ്ജക്റ്റിനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ 3D ഒബ്ജക്റ്റിനെ 2D ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്ലെയിനിൽ കിട്ടണം. ഇപ്പോൾ ഒരു പ്ലെയിനിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനെ, അതായത് ഈ പ്ലെയിനെ, ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി താഴോട്ട് റൊട്ടേറ്റ് ചെയ്യും. അതായത് ഈ എൻഡ് എന്ത് ചെയ്യും? ഇവിടെ വരും. ഈ എൻഡ് എന്ത് ചെയ്യും? കറങ്ങി ഇവിടെ വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നമുക്കൊരു പ്ലെയിൻ കിട്ടും. ഒരു പ്ലെയിനിൽ നമ്മളെ ഫ്രണ്ട് വ്യൂ, ഈ രണ്ട് വ്യൂസും കിട്ടും. ഓക്കെ, ഇനി വേറെ കാര്യം കൊണ്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ നോക്കുന്നതെന്ന്. നമ്മൾ ഈ ഒരു ആരോ വെച്ചേക്കുന്നത് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ഫ്രണ്ട് വ്യൂ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എവിടെ ഏത് പ്ലെയിനിലാണ് കിട്ടുന്നത്? ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത് നമ്മുടെ വി പിയിലാണ്. ഇപ്പോൾ ടോപ്പ് വ്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കിട്ടുന്നത് എച്ച് പിയിലാണ്. ഓക്കെ, അത് മറന്നു പോലെ ഫ്രണ്ട് വ്യൂ എപ്പോഴും വി പിയിലും ടോപ്പ് വ്യൂ എച്ച് പിയിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് കേസ് എടുക്കുക. ഇനി നമ്മൾ ഓരോ ക്വാഡ്രൻ്റ് എങ്ങനെ പറയാമെന്ന് ആലോചിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് നമ്മുടെ എച്ച് പി ആണ്. ഇപ്പോൾ എച്ച് പിക്ക് മുകളിലോട്ടാണ് പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറയും? എബോ എച്ച് പി എന്ന് പറയും. എച്ച് പിക്ക് താഴെയാണെങ്കിൽ എന്ത് പറയും? ബിലോ എച്ച് പി എന്ന് പറയും. ഇനി വി പിക്ക് ഫ്രണ്ടിലാണെങ്കിൽ എന്ത് പറയും? അതായത് ഫ്രണ്ടിലോട്ടാണെങ്കിൽ എന്ത് പറയും? ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അത് നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ വി പിയുടെ ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ട് ഓഫ് വി പി. ഇവിടെ നോക്കുമ്പോൾ വി പിയുടെ ബാക്കിലാണെങ്കിൽ എന്ത് പറയും? ബിഹൈൻഡ് വി പി. ഓക്കെ, നോക്കുന്ന രീതി അനുസരിച്ച് മാറും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഇത് ഫ്രണ്ട് ഓഫ് വി പിയും ബിഹൈൻഡ് വി പിയും. ഇവിടെ നോക്കുന്നതുകൊണ്ടാണ് ബിലോ എച്ച് പിയും എബോ എച്ച് പിയും. ഓക്കെ, അപ്പോൾ ഈ 4 ഇത് വെച്ച് പോയിന്റ് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എങ്ങനെ പറയും? എച്ച് പിക്ക് മുകളിലും ആണ്, വി പിക്ക് ഫ്രണ്ടിലും ആണ്. അതായത് എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് പോയിന്റ് വരുന്നത്? നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എച്ച് പി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ത് ചെയ്യും? ഇവിടെ വരും. ടോപ്പ് വ്യൂ എന്ത് ചെയ്യും? ഇവിടെ വരും. ഇത് റൊട്ടേറ്റ് ചെയ്ത് താഴെ പോകും. അതായത് നടുക്കൊരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിന് മുകളിൽ ഫ്രണ്ട് വ്യൂവും ലൈനിന് താഴെ ടോപ്പ് വ്യൂവും വരും. ഇനി സെക്കൻഡ് ക്വാഡ്രൻ്റ് എടുത്തു. സെക്കൻഡ് ക്വാഡ്രൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും? ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും. നമ്മൾ ഇവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുന്ന ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും. ടോപ്പ് വ്യൂ ഇവിടെ നിന്ന് നോക്കുന്ന ഇവിടെ കിട്ടും. നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന? ഇതിങ്ങനെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ എൻഡ് മുകളിലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ടോപ്പ് വ്യൂ ഇവിടെ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഇവിടെ ഇരിക്കുകയാണ്. രണ്ടും കൂടെ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. ഇപ്പോൾ നടുക്കൊരു ലൈൻ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഓവർലാപ്പ് ചെയ്ത് മുകളിൽ വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും. ഈ പ്ലെയിനിൽ കിട്ടും, വി പിയിൽ കിട്ടും. ഇവിടെ വരും. ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വരും. ടോപ്പ് വ്യൂ ഈ സൈഡിൽ വരും. ഇവിടെ ടോപ്പ് വ്യൂ, ഇവിടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന? എച്ച് പി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എച്ച് പി താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിവിടെ വരും, ഇതിവിടെ പോകും. ഇപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ ഉണ്ട്. ടോപ്പ് വ്യൂ എന്ത് ചെയ്തു? മുകളിൽ പോയി. അതായത് ടോപ്പ് വ്യൂ മുകളിലും ഫ്രണ്ട് വ്യൂ താഴെയും വന്നു. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ ഇവിടെ വരും. ഇങ്ങനെയാണ് നോക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വി പിയിൽ കിട്ടും. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇവിടെ കിട്ടും. ഇവിടെ എച്ച് പിയിൽ വരും. പക്ഷേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് താഴോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഫ്രണ്ട് വ്യൂ ഉണ്ട്. ടോപ്പ് വ്യൂ എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. ഇപ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്ത് താഴോട്ട് വരും. നടുക്കത്തെ ലൈൻ താഴോട്ട് വരും. ഇങ്ങനെ 4 ക്വാഡ്രൻ്റ് വരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷനാണ്. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ എക്സ് വൈ കോർഡിനേറ്റ് പോലെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ. ഇതെന്തോ നമ്മുടെ വി പി. ഇത് നമ്മുടെ വി പി ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എച്ച് പി ആണ്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പടം ആദ്യം വരയ്ക്കുക. ഒരു XY കോർഡിനേറ്റ് വരയ്ക്കുക. ഇത് ഹൊറിസോണ്ടൽ ഉള്ളതിന് HP ആണ്, വെർട്ടിക്കൽ ഉള്ളതിന് VP ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി ഇതെന്താണ്? ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഇത് നമ്മുടെ തേർഡ് ക്വാഡ്രൻ്റ്, ഇത് നമ്മുടെ ഫോർത്ത് ക്വാഡ്രൻ്റ്. ഓക്കെ, 4 ക്വാഡ്രൻ്റ്. 1 2 3 4. ഇനി എങ്ങനെ HP ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്? HP എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ എൻ്റെ താഴെ വരും, ഈ എൻ്റെ എന്ത് ചെയ്യും? ഈ എൻ്റെ മുകളിൽ പോകും. VP അവിടെ തന്നെ നിൽക്കും. ഓക്കെ, HP മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? HP മുകളിൽ പോകും, VP അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതാണ്. ഇപ്പോൾ ഇവിടെയാണ് പോയിന്റ് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയാണ് ഒരു പോയിന്റ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. അതായത് HP എന്നുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? നമ്മൾ എവിടെ മാർക്ക് ചെയ്യുന്നത്? HP എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ HP എന്നുള്ള ഡിസ്റ്റൻസ് എവിടെ വരും? VP യിൽ വരും. VP എന്നുള്ള ഡിസ്റ്റൻസ്, ഇതാണ് VP എന്നുള്ള ഡിസ്റ്റൻസ്, അതെവിടെ വരും? താഴെ വരും, HP യിൽ വരും. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിലായിട്ട് പറയാം. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ള. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, ഓരോന്നിനും എങ്ങനെ പേര് കൊടുക്കണമെന്നാണ്. പേര് കൊടുക്കുന്നതിന് റൂളുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്പേസിൽ നിൽക്കുന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന് നമ്മൾ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എപ്പോഴും VP യിലാണ് വരുന്നത്. VP യിലാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എപ്പോഴും വരുന്നത്. ഫ്രണ്ട് വ്യൂവിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് എങ്ങനെ പേര് കൊടുക്കുന്നത്? സ്മോൾ ലെറ്റർ A ഡാഷ് B ഡാഷ് C ഡാഷ് ഇങ്ങനെ പേര് കൊടുക്കുന്നു. അതായത് സ്മോൾ ലെറ്റർ A ഡാഷ് B ഡാഷ് C ഡാഷ് ഇങ്ങനെ പേര് കൊടുക്കും. ഇതെവിടെ വരുന്നത്? VP യിലാണ് വരുന്നതെങ്കിൽ, അതായത് VP യിൽ എന്താ വരുന്നത്? ഫ്രണ്ട് വ്യൂ. VP യിൽ ആണ് വരുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നമ്മളിങ്ങനെ പേര് കൊടുക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ പേര് കൊടുക്കുന്നത്. ഇനി ടോപ്പ് വ്യൂ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കുന്നത്? ടോപ്പ് വ്യൂ ആണെങ്കിൽ നമ്മൾ ഡാഷ് ഇല്ലാതെ സ്മോൾ ലെറ്റർ മാത്രം ABC, സ്മോൾ ലെറ്റർ ABC, ABC ഇങ്ങനെ പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. പക്ഷേ നമ്മൾ VP യിലാണെങ്കിൽ പേര് കൊടുക്കേണ്ടത് A ഡാഷ് B ഡാഷ് C ഡാഷ്. എന്താ പറയുക, നമ്മൾ HP യിലാണെങ്കിൽ ടോപ്പ് വ്യൂ ആണെങ്കിൽ എന്ത് ചെയ്യുക? സ്മോൾ ലെറ്റർ ABC ഇങ്ങനെ പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് അറിയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ റൂൾസ് നമ്മൾ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ഓരോ ക്വാഡ്രൻറ്റും എങ്ങനെ കിട്ടുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ എബോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP, സെക്കൻഡ് ആണെങ്കിൽ എബോ HP ബിഹൈൻഡ് VP, തേർഡ് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ ഇവിടെ വരും, അതായത് ബിലോ HP ബിഹൈൻഡ് VP, ഫോർത്ത് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ ബിലോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ, ഇനി ഏതെങ്കിലും HP പ്ലെയിനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പ്ലെയിനിൽ ഏതോ ഒരു പോയിന്റിലാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. ഈ പ്ലെയിനിൽ എവിടെയോ കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഹൈറ്റ് ഇല്ല, HP എന്നുള്ള ഹൈറ്റ് ഇല്ല HP ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. VP എന്ന് പറഞ്ഞാൽ എന്താ? VP എന്ന് ഹൈറ്റ് ഇല്ല, എല്ലാ ആ പ്ലെയിൻ VP ഈ പ്ലെയിനിൽ എവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റൂൾസാണ്. റൂൾസ് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് റൂൾസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നടുക്കുക നമ്മുടെ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് പ്ലെയിനും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ട്, അവിടെ ഒരു ലൈൻ വരും. ആ ലൈൻ നമ്മൾ XY ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ XY ലൈൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഈ XY ലൈനിന് മുകളിലാണെങ്കിൽ താഴെയാണെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ HP എന്നുള്ള ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും VP യിൽ മാർക്ക് ചെയ്യും, VP എന്നുള്ള ഡിസ്റ്റൻസ് HP യിൽ മാർക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു കാര്യം മറന്നു പോയത്. അപ്പോൾ അത് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ പോയിന്റിനെ പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, പോയിന്റിനെ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? HP എന്നുള്ള ഡിസ്റ്റൻസും VP എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കുന്നത്. HP ന്ന് എബോ HP ആണ്. എബോ HP ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇത്ര ഡിസ്റ്റൻസ് ഒരു 10 mm ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 10 mm ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് കണക്കാണ് നമ്മുടെ എന്താ പറയുക, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് VP എന്നുള്ള ഡിസ്റ്റൻസ് നമ്മളെത്ര, ഒരു 20 mm ആണെന്ന് വിചാരിക്കുക. 20 mm ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് VP എന്നുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ ടോപ്പ് നോക്കുകയാണെങ്കിൽ എവിടെ വരും? VP എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഈ ലൈനിലായിരിക്കും വരുന്നത്, HP യിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ HP എന്നുള്ള ഡിസ്റ്റൻസ്, HP എന്ന് ഇതാണ് HP, ഇത് HP യും ഇത് VP ആണ്. HP യും ഇത് VP ആണ്. ഓക്കെ, അപ്പോൾ HP എന്നുള്ള ഡിസ്റ്റൻസ്, HP എന്നുള്ള ഹൈറ്റ് ഈ ടേം എണ്ണം ഇവിടെ വരും. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്, ഫ്രണ്ട് വ്യൂ.
അപ്പോൾ ഇങ്ങനെ വരും, അതാ ഇവിടെ കിട്ടും, ഈ ഡിസ്റ്റൻസ് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഈ പോയിന്റിൻ്റെ പേര് ഇനി ഇങ്ങനെ പേര് കൊടുക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഇതിൻ്റെ പേര് എന്ത് വരുന്നു, ക്യാപിറ്റൽ എ. ഒറിജിനൽ പോയിന്റിൻ്റെ പേര് ക്യാപിറ്റൽ എ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? ഫ്രണ്ട് വ്യൂവിൽ ഇതാണ് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവിൽ എങ്ങനെ പേര് കൊടുക്കും? സ്മോൾ ലെറ്റർ എ, പിന്നെ ഇതൊരു ഡാഷ്. ഓക്കെ, ടോപ്പ് വ്യൂവിൽ എങ്ങനെ പേര് കൊടുക്കും? ഇവിടെ വരുമ്പോൾ സ്മോൾ ലെറ്റർ എ, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല കാണിക്കുന്നത്. നമ്മളെങ്ങനെ കാണിക്കുന്നത്? നമ്മുടെ എച്ച് പി ഇങ്ങനെ റൊട്ടേറ്റ് ആയാൽ പോകുന്നത്, ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി വരയ്ക്കുമ്പോൾ നമ്മൾ ഇത്രയൊന്നും കാണിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. എന്നിട്ട് നടുക്ക് നമ്മുടെ എക്സ് ലൈൻ ഉണ്ട്. ഈ മുകളിലോട്ടുള്ള ഹൈറ്റ് ഇതാണ് നമ്മുടെ എന്തോന്ന്, എ ഡാഷ്. ഇതാണ് നമ്മുടെ എന്തോന്ന്, എ. ഇനി ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ്. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ വി പിയും ഈ എക്സ് വൈ ലൈനും മുകളിൽ വി പിയും താഴെ എച്ച് പി ആണ്. ഓക്കെ, മുകളിൽ വി പിയും താഴെ എച്ച് പി ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുക? എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് വി പിയിൽ മാർക്ക് ചെയ്യുക. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഏതാ? എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഈ ഹൈറ്റാണ് 10 mm. ആ 10 mm ഇവിടെ മാർക്ക് ചെയ്യുക, വി പിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തോന്ന്, 10 mm. വി പി എന്നുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അത് എവിടെ മാർക്ക് ചെയ്യുക? എച്ച് പിയിൽ മാർക്ക് ചെയ്യുക. അത് എത്ര? 20 mm. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കുകയാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നടുക്കൊരു എക്സ് വൈ ലൈൻ കിട്ടും. അതിൻ്റെ മുകളിൽ എന്തായിരിക്കും? മുകളിൽ എക്സ് വൈ ലൈൻ്റെ മുകളിൽ വി പിയും താഴെ എന്ത് വരും? എച്ച് പിയും വരും. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് കേസ്. ഇനി സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ എച്ച് പി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വരിക. അപ്പോൾ എന്ത് ചെയ്യും? വി പി ഇവിടെ ഉണ്ട്, എച്ച് പിയും മുകളിലോട്ട് വരിക. അപ്പോൾ എന്ത് ചെയ്യും? എച്ച് പിയും വി പിയും ആ ലൈന് മുകളിൽ. അതായത് സെക്കൻഡ് ക്വാഡ്രൻ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മുകളിൽ തന്നെയാണ് വി പി, മുകളിൽ തന്നെയാണ് നമ്മുടെ എച്ച് പി. രണ്ടും എന്താ? മുകളിൽ, ആ ലൈന് മുകളിൽ വരും, രണ്ട് പോയിന്റും. അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസും വി പി എന്നുള്ള ഡിസ്റ്റൻസും നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യണം. ഇങ്ങനെ വരില്ല, ഈ ഡിസ്റ്റൻസ് കൂടെ മുകളിലോട്ട് വരും. ഇനി ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഇനി തേർഡ് ക്വാഡ്രൻ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എങ്ങനെ വരും? തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എച്ച് പി വി പി ഇവിടെ ഉണ്ട്, എച്ച് പി എന്ത് ചെയ്തു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ പോവുകയാണ്. അപ്പോൾ താഴെ വി പി, നടുക്കൊരു ലൈൻ ഉണ്ടെങ്കിൽ താഴെ വി പി ആണ്, മുകളിൽ എന്ത് ചെയ്തു? എച്ച് പി മുകളിൽ പോയി. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എങ്ങനെ വരും? ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം? ഇതാണ് ഫോർത്ത് ക്വാഡ്രൻ്റ്. ഇവിടെ എന്ത് ചെയ്യും? വി പി ഇവിടെ ഉണ്ട്, എച്ച് പി എന്ത് ചെയ്തു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴെ വന്നു. അപ്പോൾ ഒരു എക്സ് വൈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആയിരിക്കും തോന്നുന്നു വി പിയും എച്ച് പിയും. ഓക്കെ, ഇതാണ് 4 ക്വാഡ്രൻ്റിലും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇവിടെ, റൂൾസ് എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂൾസ് എല്ലാം ഈ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. നമ്മളിങ്ങനെ വി പിയിലും എച്ച് പിയിലും എങ്ങനെ പേര് കൊടുക്കാമെന്ന് അറിയാം. വി പിയിലാണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന് പേര് കൊടുക്കും. എച്ച് പിയിലാണെങ്കിൽ എ ബി സി, സ്മോൾ ലെറ്റർ എ ബി സി എന്ന് പേര് കൊടുക്കും. പിന്നെന്താ? ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി, ഡിസ്റ്റൻസും ആംഗിളും രണ്ടും, എച്ച് പി എന്നുള്ള ആംഗിളും ഡിസ്റ്റൻസും എന്ത് ചെയ്യും? വി പിയിൽ മാർക്ക് ചെയ്യുക. വി പി ആയിട്ടുണ്ടാക്കുന്ന ഡിസ്റ്റൻസും ആംഗിളും എല്ലാം എച്ച് പിയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അത് നമുക്ക് പോയിന്റ് പ്രൊജക്ഷനിൽ ആപ്ലിക്കബിൾ അല്ല, പ്ലെയിനും ലൈനിലുമാണ് ആപ്ലിക്കബിൾ. ഏതെങ്കിലും ലൈൻ അല്ലെങ്കിൽ പ്ലെയിന് എച്ച് പിക്ക് അല്ലെങ്കിൽ വി പിക്ക് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? ട്രൂ ലെങ്തും ട്രൂ ഷേപ്പും കിട്ടും. ഓക്കെ, അതിനെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത് മെയിനായിട്ടും 9 ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരാൻ ചാൻസ് ഉള്ളൂ. ഈ 9 കണ്ടീഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിനകത്തുള്ള എല്ലാം, ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഈ 9 കണ്ടീഷനാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ എന്ത് ചെയ്യുക? 4 ക്വാഡ്രൻ്റ് വരുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 4 ക്വാഡ്രൻ്റ് വരുന്നുണ്ട്. പിന്നെന്താ? ഓരോ പ്ലെയിനിൽ വരുന്നുണ്ട്. എച്ച് പിയിൽ അല്ലെങ്കിൽ വി പിയിൽ വരുന്നുണ്ട്, അതിൻ്റെ 4 എണ്ണം ഉണ്ട്. പിന്നെന്താ? എച്ച് പിയിലും വി പിയിലും ഒരുമിച്ച് വരുന്നൊരു കണ്ടീഷൻ ഉണ്ട്. മൊത്തം 9 കണ്ടീഷനാണുള്ള. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എ ആണ്, 20 mm എബോ എച്ച് പി, 30 mm ഫ്രണ്ട് ഓഫ് വി പി. അതെന്താ? എബോ എച്ച് പിയും ഇനി ഫ്രണ്ട് ഓഫ് വി പി ആണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ് നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ്, ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനാണ്? ഇപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ നമ്മുടെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എച്ച് പി ആണ്, ഇത് നമ്മുടെ വി പി ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എച്ച് പി റൊട്ടേറ്റ് ചെയ്യുന്നത്? താഴോട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ നമ്മൾ വി പി എവിടെ വരും? വി പി മുകളിലും എച്ച് പി താഴെയും വരും. അപ്പം നടുക്കൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, എക്സ് വൈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ വി പി മുകളിലും എച്ച് പി താഴെ. അതായത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ വി പി ഉണ്ട്, ഇവിടെ എച്ച് പി ഉണ്ട്. ഇപ്പോൾ പോയിന്റ് ഇരിക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് വി പി എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എച്ച് പി കിട്ടും, എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ കിട്ടും, വി പി കിട്ടും. ഓക്കെ, അതായത് ഫ്രണ്ട് വ്യൂ, നമ്മുടെ ഫ്രണ്ട് വ്യൂ വി പിയിൽ വരും, ഇങ്ങനെ വരും. ഇപ്പോൾ എന്താ? എച്ച് പി എന്നുള്ള ഹൈറ്റ് ഇവിടെ വരും, വി പിയിൽ വരും. ടോപ്പ് വ്യൂ എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ വി പി എന്നുള്ള ഈ ഡിസ്റ്റൻസ് ഇവിടെ വരും, ഇവിടെ വരും, എച്ച് പിയിൽ വരും.
ഓക്കെ, അപ്പോൾ ഇത്രയും ആലോചിച്ച് മതി. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ വി പി മാർക്ക് ചെയ്യുക, വി പി എന്നുള്ള ഡിസ്റ്റൻസ് എച്ച് പി മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ വരയ്ക്കാമെന്ന്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പോയിന്റ് എ 20 mm എബോ എച്ച് പി 30 mm ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, 20 mm എബോ എച്ച് പി 30 mm ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, എച്ച് പിയും വി പിയും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ വരയ്ക്കുക. എച്ച് പി വി പിയും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ ആദ്യം എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനാണ്, അത് വരയ്ക്കുക. ഓക്കെ, അത് വരച്ചു, എക്സ് വൈ ലൈൻ വരച്ചു. അത് നമ്മൾ എക്സ് വൈ ലൈൻ എന്ന പേര് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ എക്സ് വൈ ലൈനാണ്, ഇത് എക്സും ഇവിടെ വൈയും, എക്സ് വൈ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് നോക്കുക. തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, 20 mm എബോ എച്ച് പിയും 30 mm ഫ്രണ്ട് ഓഫ് വി പി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 20 mm എബോ എച്ച് പി എന്ന് പറയുമ്പോൾ ഇവിടെ വരും ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ത് ചെയ്യും, നമ്മൾ ലൈനിന് മുകളിൽ എന്ത് വരും, ഈ എക്സ് ലൈനിന് മുകളിൽ വി പിയും താഴെ എന്ത്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് മുകളിൽ വി പിയും താഴെ എന്ത് വരും, എച്ച് പിയും വരും. ഓക്കെ, താഴെ എച്ച് പിയും വരും. അതെന്തുകൊണ്ടാണ്, നമ്മുടെ എച്ച് പി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വി പി ഇവിടെ ഉണ്ട്, എച്ച് പി താഴെ വന്നു. അപ്പോൾ വി പി മുകളിൽ, എച്ച് പി താഴെ. ഇനി എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്ര വന്നേക്കുന്നത്, എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് 20 mm ആണ്. ഇപ്പോൾ 20 mm എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് അതെവിടെ മാർക്ക് ചെയ്യും, വി പി മാർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 20 mm ഇവിടെ നിന്ന് മുകളിലോട്ട് 20 mm മാർക്ക് ചെയ്യുക. ഞാൻ ഡിസ്റ്റൻസ് എടുക്കുന്നില്ല, എന്ത് ചെയ്യുക, അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എനിക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇപ്പോൾ എന്താ, ആ ഡിസ്റ്റൻസ് ഹൈറ്റ്, മുകളിലോട്ടുള്ള ഹൈറ്റ് 20 mm ആണ്. ഓക്കെ, 20 mm പോയിന്റ് മാർക്ക് ചെയ്തു. 20 mm അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഹൈറ്റ് 20 mm. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. വി പി എന്നുള്ള ഡിസ്റ്റൻസ് 30 mm. അതെവിടെ മാർക്ക് ചെയ്യും, അത് നമ്മൾ എച്ച് പിയിൽ മാർക്ക് ചെയ്യും. അപ്പോൾ എത്ര, 30 mm എച്ച് പിയിൽ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് താഴോട്ട് 30 mm എടുക്കുക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 30 mm. 30 mm എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യും, 30 mm മാർക്ക് ചെയ്ത് എച്ച് വി പി എന്നുള്ള ഡിസ്റ്റൻസ് 30 mm, അത് എന്ത് ചെയ്യുക, എച്ച് പിയിൽ മാർക്ക് ചെയ്യുക. ഇനി പോയിന്റിന് പേര് കൊടുക്കണം. അപ്പോൾ വി പിയിലാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എപ്പോഴും വി പിയിലാണ് വരുന്നത്. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ വി പിയിലാണ് വരുന്നത്, നമ്മൾ എങ്ങനെ പേര് കൊടുക്കുന്നത്, പോയിന്റ് എ എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് എ ഡാഷ്, ഇതെന്ത് വരും, സ്മോൾ ലെറ്റർ എ. ഡിസ്റ്റൻസ് നമ്മൾ ഡയമെൻഷൻ ഇങ്ങനെയല്ല മാർക്ക് ചെയ്യുന്നത്, ഡയമെൻഷൻ പ്രോപ്പറായിട്ട് രീതിയിൽ മാർക്ക് ചെയ്യുക. ഡയമെൻഷൻ പ്രോപ്പറായിട്ട് രീതിയിൽ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഒരു ആരോ കൊടുക്കുക, ഇവിടെ ആരോ കൊടുക്കുക. അത് കണക്ക് തന്നെ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് എങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ലൈൻ വരയ്ക്കുക, തമ്മിൽ ജോയിൻ ചെയ്യുക, ആരോ കൊടുക്കുക, ഇവിടെ എന്ത് ചെയ്യുക, ആരോ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വാല്യൂ ഇങ്ങനെ എഴുതണം, ചരിച്ചെഴുതണം. വാല്യൂ നമ്മളിങ്ങനെ ചരിച്ചെഴുതുക, 20 ഇങ്ങനെ ചരിച്ചെഴുതുക. ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതുക, ഇവിടെ എത്ര 30 ഇങ്ങനെ ചരിച്ചെഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മളിങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് വന്ന് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് ഉണ്ട്. വി പി നിന്ന് എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഉള്ള പോയിന്റിനെ നമ്മളെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ നമ്മുടെ എച്ച് പി എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, എച്ച് പി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് താവോട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വി പി ഇവിടെ ഉണ്ട്, ഈ പ്രൊജക്ഷൻ കിട്ടിയ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഇതെന്ത് ചെയ്യും, കറങ്ങി ഇത് മുകളിൽ വരും. ഇപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് മുകളിലോട്ട് തന്നെ മാർക്ക് ചെയ്യും. അപ്പോൾ നടുക്കൊരു എക്സ് വൈ ലൈൻ ഉണ്ടെങ്കിൽ എച്ച് പിയും വി പിയും ആ ലൈന് മുകളിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും മറ്റേതുപോലെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇത് മുകളിലോട്ട് കറങ്ങി പോകും. ഈ ഡിസ്റ്റൻസ് ഇവിടെ കിട്ടിയതും കൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങി ഇവിടെ വരും. ഈ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, ഈ ഡിസ്റ്റൻസ് ഇവിടെ കറങ്ങി മുകളിൽ വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് പോയിന്റ് ബി വന്നേക്കുന്നത് 20 mm എബോ എച്ച് പി 30 mm ബിഹൈൻഡ് വി പി. ഓക്കെ, അത് സെക്കൻഡ് ക്വാഡ്രന്റാണ്. എബോ എച്ച് പിയും ബിഹൈൻഡ് വി പി സെക്കൻഡ് ക്വാഡ്രന്റ്. ഇപ്പോൾ 20 mm എബോ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20 mm. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സ് വൈ ലൈൻ വരയ്ക്കുക. ആദ്യത്തെ പ്രോസസ് എന്താ, നമ്മുടെ എക്സ് വൈ ലൈൻ വരയ്ക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കാൻ പോവാണ്. നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചു. ഓക്കെ, എക്സ് വൈ ലൈൻ വരച്ചു. ഇനി നമ്മുടെ എന്തോ ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എന്താ, വി പി മുകളിലുണ്ട്. ഇപ്പോൾ എച്ച് പി റൊട്ടേറ്റ് ചെയ്ത് എച്ച് പി മുകളിലോട്ടാണ് പോയത്. അപ്പോൾ എന്താ, എച്ച് പി മുകളിൽ തന്നെ, എച്ച് പിയും വി പി എന്താ മുകളിലോട്ടാണ്, രണ്ടും മുകളിൽ തന്നെ. ഇത് നമ്മുടെ എക്സ് വൈ ലൈനാണ്, എക്സ് വൈ ലൈൻ. ഓക്കെ, എക്സ് വൈ ലൈൻ വരച്ചു. എച്ച് പിയും വി പിയും മുകളിലോട്ടാണ്. ഓക്കെ, ഇനി എന്ത് വേണം, ഇനി നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്യണം. പോയിന്റ് മാർക്ക് ചെയ്യാൻ ഡിസ്റ്റൻസ് എത്രയൊക്കെ വന്നിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം.
ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസ് ഏതൊക്കെ വന്നേക്കുന്നത് ക്വസ്റ്റിനകത്ത് പോയിന്റ് ബി 20 mm എബോവ് എച്ച് പി. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20 ആണ്. ഓക്കെ, അതെവിടെ വരും? വി പിയിൽ വരും. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20 ആണ്, അത് വി പിയിൽ വരും. ഇപ്പോൾ ഇതിനകത്ത് കേസിൽ വി പിയും എച്ച് പിയും മുകളിലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. ആദ്യം ചുമ്മാ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈനകത്ത് അതായത് രണ്ട് ഡിസ്റ്റൻസ് മുകളിലോട്ട് തന്നെ വരും. പിന്നെ എന്ത് ചെയ്യുക? ഇതിനകത്ത് പോയിന്റ് മാർക്ക് ചെയ്യണം. ഇതിനകത്ത് ഇനി പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എത്ര? ഡിസ്റ്റൻസ് എത്ര തന്നിരിക്കുന്നത്? 20 mm എബോവ് എച്ച് പി. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20 mm. ഓക്കെ, അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്യണം. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20 mm, അത് വി പിയിൽ വരും. വി പി മുകളിൽ തന്നെ ഇവിടെ നിന്ന് 20 mm മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അത് കണക്ക് തന്നെ വി പി എന്നുള്ള ഡിസ്റ്റൻസ് അത് എച്ച് പിയിൽ വരും. അത് എത്ര? 30 mm തന്നിരിക്കുന്നത്. അതെന്ത് ചെയ്യുക? അതും മുകളിലോട്ട് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ നിന്നുള്ള എക്സ് വൈ ലൈനിൽ നിന്ന് ഡിസ്റ്റൻസ് എല്ലാം എടുക്കണം. ഇവിടെ നിന്ന് മുകളിലോട്ട് 30 mm. 30 mm ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, 2 പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി പേര് കൊടുക്കുന്ന പരിപാടിയാണ്. പേരെങ്ങനെ കൊടുക്കുന്ന? നമ്മൾ ഡിസ്റ്റൻസ് നോക്കുക. വി പിയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി പിയിൽ വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാഷ് കൊടുക്കുന്നത്. അപ്പോൾ വി പിയിൽ എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് വി പിയിൽ വരുന്നത്? 20 mm എബോവ് എച്ച് പി. ആ പോയിന്റാണ് തോന്നുന്നത് വി പിയിൽ വരുന്നത്. ഇപ്പോൾ 20 mm എബോവ് എച്ച് പി, അത് 20 mm കഴിഞ്ഞ് വരുന്ന പോയിന്റാണ് നമ്മൾ എന്ത് തോന്നുന്നത്? ഡാഷ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 20 mm കഴിഞ്ഞ് വരുന്ന പോയിന്റിൽ ഡാഷ് മാർക്ക് ചെയ്യുക. 20 mm കഴിഞ്ഞ് വരുന്ന ഇതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ ബി ഡാഷ് മാർക്ക് ചെയ്യുക. ബി ഡാഷ് നമ്മൾ പോയിന്റ് ബി ആണ്. അപ്പോൾ എന്താ? ഇത് ബി ഡാഷ്. ഇത് നമ്മുടെ എന്തോന്നാണ്? സ്മോൾ ലെറ്റർ ബി. ഇനി ഡയമെൻഷൻ കാണിക്കണം. അപ്പോൾ ഡയമെൻഷൻ എങ്ങനെ കാണിക്കേണ്ട? ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അതുപോലെ ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് വേണം കാണിക്കാൻ. അതാണ് നമ്മുടെ എന്തോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ്. എല്ലാ ഡിസ്റ്റൻസും നമ്മൾ എന്താ എക്സ് വൈ ലൈനിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മുടെ എക്സ് വൈ ലൈൻ തൊട്ട് ബി ഡാഷ് വരെ ഉള്ള ഡിസ്റ്റൻസ്, അതായത് എച്ച് പി ആയിട്ടുണ്ടാക്കുന്ന ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ വി പിയിൽ വരുന്നത്. എച്ച് പി ആയിട്ടുണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 20 mm, മറ്റേത് 30 mm. ഓക്കെ, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര മാർക്ക് ചെയ്യേണ്ടത്? ഇത് 20 ചരിച്ചെഴുതണം. 20, ഇത് 30. ഇത്രയേ ഉള്ളൂ. ഇത്രയും കഴിയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് എന്താ? തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇവിടെ വരും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കണം? അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇവിടെ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ എന്താ? എച്ച് പി ഇങ്ങനെ ഉണ്ട്. എച്ച് പി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എച്ച് പി എന്ത് ചെയ്യും? ഇങ്ങനെ മുകളിൽ റൊട്ടേറ്റ് ചെയ്യും, ഇത് ഔട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടും? ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എവിടെ കിട്ടും? വി പി കിട്ടും. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ വി പി ആയിട്ടുണ്ടാകുന്ന ഡിസ്റ്റൻസ് ഇവിടെ വരും. മുകളിൽ നോക്കുമ്പോൾ ഈ പ്ലെയിനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കാര്യമുണ്ട്. ഇത് ഈ പ്ലെയിൻ യഥാർത്ഥത്തിൽ ട്രാൻസ്പെറൻറ്റ് പ്ലെയിൻ ആണ്. ട്രാൻസ്പെറൻറ്റ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യും? ഇതുവഴി നോക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ഡൗട്ട് വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് വി പിയിലും കിട്ടും. വി പി എന്നുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? എച്ച് പിയിലും കിട്ടും. ഓക്കെ, ആ ഡിസ്റ്റൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എച്ച് പി എക്സ് വൈ ലൈനിന് മുകളിൽ പോകും. വി പി എന്ത് ചെയ്യും? എക്സ് വൈ ലൈനിന് താഴെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഇരിക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പോയിന്റ് സി 20 mm ബിലോ എച്ച് പിയും 30 mm ബിഹൈൻഡ് വി പി. ഓക്കെ, അപ്പോൾ 20 mm ബിലോ എച്ച് പിയും ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ബിലോ എച്ച് പിക്ക് താഴെ ബിഹൈൻഡ് വി പി, തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 20 mm ബിലോ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20യും വി പി എന്നുള്ളത് 30. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ മാർക്ക് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ് വൈ ലൈൻ വരയ്ക്കുക. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പാർട്ടിൽ എക്സ് വൈ ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ എക്സ് വൈ ലൈൻ. ഓക്കെ, പേര് കൊടുക്കുക. എക്സ് വൈ ലൈൻ നമ്മുടെ എക്സ്, ഇത് നമ്മുടെ വൈ. എക്സ് വൈ ലൈൻ എന്ന് പേര് കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്നത് എച്ച് പി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എച്ച് പി മുകളിൽ പോയി. മുകളിൽ എച്ച് പിയും താഴെ എന്ത് വരും? വി പിയും വരും. വി പി താഴെ നിൽക്കുന്നത്. ഓക്കെ, വി പി താഴെയുണ്ട്. എച്ച് പി എന്ത് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ പോയി. എച്ച് പി മുകളിൽ പോയി റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ പോയി. വി പി താഴെയുണ്ട്. അപ്പോൾ വി പി ഇവിടെ ഉണ്ട്, എച്ച് പി മുകളിൽ പോയി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് എവിടെ മാർക്ക് ചെയ്യുക? വി പി മാർക്ക് ചെയ്യുക. വി പി എന്നുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? എച്ച് പിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് വരയ്ക്കാൻ ഡൗട്ട് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. ആദ്യമേ എന്ത് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. നടുക്കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി എന്ത്? എച്ച് പിയും വി പിയും ഉള്ള ഡിസ്റ്റൻസ് അങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. എച്ച് പിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ്, വി പിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് നോക്കാം.
ഇപ്പോൾ പോയിന്റ് സി ആണ്. അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് എത്ര 20 mm ബിലോ എച്ച് പി ആണ്. അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20. അപ്പോൾ അത് വേണം മാർക്ക് ചെയ്യാം, വി പി മാർക്ക് ചെയ്യാം. 20 വി പി മാർക്ക് ചെയ്യുക. ഇപ്പോൾ 20 mm ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ വി പിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ 20 mm ഇവിടെയാണെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ എന്ത് ചെയ്യാം, വി പിയിൽ മാർക്ക് ചെയ്തു. അതാണ് നമ്മുടെ എന്തോന്ന് നമ്മുടെ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ്. അത് വി പിയിലാണ്. വി പിയിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ പേര് എടുക്കുന്നത്, സ്മോൾ ലെറ്റർ ഡാഷ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പോയിന്റ് സി ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ സി ഡാഷ്. ഓക്കെ, ഇനി നമ്മുടെ വി പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എച്ച് പിയിൽ വരുന്നത്. അത് എത്രയാണ്, വി പി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, വി പി എന്നുള്ള ഡിസ്റ്റൻസ് എത്ര വന്നിരിക്കുന്നത് 30 mm ബിഹൈൻഡ് വി പി. അത് ഇവിടെ മാർക്ക് ചെയ്യുക, എച്ച് പിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ 30 mm എച്ച് പിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ 30 mm പോയിന്റ് മാർക്ക് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, മുകളിലോട്ട് 30 mm മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ എന്തോന്ന് അടുത്ത പോയിന്റ്. അതിന് നമ്മളെന്താ സ്മോൾ ലെറ്റർ സി ഡാഷ് ഇല്ല ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇതിന് ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്തിന് ഡയമെൻഷൻ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ, ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഡിസ്റ്റൻസും കൊടുക്കുന്ന എക്സ് വൈ ലൈനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ആരയുണ്ട്, ഇവിടെ ഒരു ആരയുണ്ട്, ഇവിടെ ഒരു ആരയുണ്ട്. അപ്പോൾ ഈ ഹൈറ്റ്, ഈ ഡിസ്റ്റൻസ് എത്ര, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വി പി ആയിട്ട് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് അത് എത്ര 30 mm ആണ്. അപ്പോൾ 30 mm ഇവിടെ എച്ച് പി ആയിട്ട് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എവിടെ വന്നാൽ അത് എത്ര 20 mm ആണ്. ഓക്കെ, ഇത്രയും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തോന്ന് തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, അടുത്ത നമ്മുടെ നാലാമത്തെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഡി ആണ്, ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇപ്പോൾ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് വരും, ഫോർത്ത് ക്വാഡ്രന്റ് വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റ് എടുത്തു, ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ എച്ച് പി താവോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിൽ. അപ്പോൾ എന്ത് ചെയ്യും, വി പി ഇവിടെ ഉണ്ട്, എച്ച് പിയും കൂടെ എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, വി പി ഇവിടെ ഉണ്ട്, എച്ച് പി താഴോട്ട് വരും. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും എക്സ് വൈ ലൈനിന് താഴോട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം വരയ്ക്കുന്നത് നമ്മുടെ എക്സ് വൈ ലൈൻ തന്നെ. നമ്മൾ ആദ്യം നമ്മുടെ എക്സ് വൈ ലൈൻ വരയ്ക്കുക. ഇതൊരു എക്സ് വൈ ലൈൻ വരച്ചു, അതിന് പേര് കൊടുക്കുക, എക്സ് വൈ ലൈൻ പേര് കൊടുക്കുക, എക്സും വൈയും. ഇനി നമ്മുടെ എച്ച് പിയും വി പിയും മാർക്ക് ചെയ്യണം. അപ്പോൾ വി പി താഴെ ഉണ്ട്, എച്ച് പി എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വരും. അപ്പോൾ എച്ച് പിയും വി പിയും എന്ത് രണ്ടും താഴോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എച്ച് പി ഇവിടെ ഉണ്ട്, എച്ച് പി താഴോട്ട് പോയി, വി പി അവിടെ തന്നെ ഉണ്ട്, രണ്ടും എന്ത് ചെയ്യുക താഴോട്ടാണ്, പേര് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്റ്റൻസ് ഏത് ഡിസ്റ്റൻസ് എടുത്താലും എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് എല്ലാം എന്ത് ചെയ്യും താഴോട്ടാണ് വരുന്നത്, നേരെ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് താഴോട്ടൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, താഴോട്ട് ലൈൻ വരയ്ക്കുക. ഇനി ഇതിനകത്ത് പോയിന്റ് മാർക്ക് ചെയ്യണം. ഇതിനകത്ത് ഇനി പോയിന്റ് മാർക്ക് ചെയ്യാൻ നമ്മൾ ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എത്രയാണ് വന്നേക്കുന്നത് 20 mm ബിലോ എച്ച് പി എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20 ആണ്. അപ്പോൾ 20യും 30 ആണ്, രണ്ടും അങ്ങ് മാർക്ക് ചെയ്യുക. ഓക്കെ, 20 കഴിഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്യുക, 30 കഴിഞ്ഞ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ 20 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, 30 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അതിന് പേര് കൊടുക്കാൻ നേരത്താണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഏതൊക്കെ പേരാണ് കൊടുക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്, പോയിന്റ് ഡി ആണ്, 20 mm ബിലോ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20, അത് വി പിയിലാണ് വരുന്നത്. അപ്പോൾ വി പി വരുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡാഷ് കൊടുക്കുക. അപ്പോൾ 20 mm കഴിഞ്ഞ് വരുന്ന പോയിന്റിന് ഡാഷ് കൊടുക്കണം. അപ്പോൾ അതെന്താ ഡി ആണ്, അപ്പോൾ ഡി ഡാഷ് കൊടുക്കുക. 20 mm കഴിഞ്ഞ് വരുന്ന പോയിന്റിന് ഡി ഡാഷ് എന്ന് പേര് കൊടുക്കുക. 20 mm കഴിഞ്ഞ് വരുന്ന പോയിന്റിന് നമ്മൾ ഇതാണ് 20 mm വരുന്ന കഴിഞ്ഞ പോയിന്റ്, അതിന് ഡി ഡാഷ് എന്ന് കൊടുക്കുക. 30 mm കഴിഞ്ഞ് വരുന്നതിന് സ്മോൾ ഡി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, നമ്മൾ എല്ലാ ഡിസ്റ്റൻസും എടുക്കുന്ന എക്സ് വൈ ലൈൻ എന്നാണ്. ഇവിടെ നിന്ന് ഇതുവരെയാണ് 20. ഓക്കെ, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് 20. അതുപോലെ തന്നെ ഈ എക്സ് വൈ ലൈനിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്തോന്ന് 30. ഓക്കെ, അത് മാറിപ്പോരുത്, ആഡ് ചെയ്തല്ല വരുന്നത്. ഇവിടെ നിന്ന് ഇതുവരെ 20യും ഇവിടെ നിന്ന് ഇതുവരെയാണ് 30. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വാല്യൂ എഴുതുക. വാല്യൂ എങ്ങനെ എഴുതാം, ചരിച്ച് എഴുതണം. ഈ ഡിസ്റ്റൻസ് 20യും ഈ ഡിസ്റ്റൻസ് 30. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, നമുക്ക് ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് ഇ ആണ്, ഓൺ എച്ച് പിയിലാണ്, എച്ച് പി പ്ലെയിനിലാണ്, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 30 mm. സാധനം എച്ച് പിയിലാണ്. അപ്പോൾ എച്ച് പി ഡിസ്റ്റൻസ് ഇല്ല, എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് ഏതെങ്കിലും നോക്കാം. അതായത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതായത്
ഇതെങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പ്ലെയിനിലാണ് നമ്മുടെ എച്ച് പിയിലാണ് തോന്നിയിരിക്കുന്ന ആ പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, ഈ പ്ലെയിനിലായിരിക്കുന്ന വി പി എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്, എച്ച് പിയിലാണ്, ഈ ലൈനിലാണ് പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, വി പി എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് വി പി എന്ന് ഇത്ര ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, 30 mm തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവരുടെ ഡിസ്റ്റൻസ് 30 mm. ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ആയാലും ഫോർത്ത് ആയാലും എച്ച് പി ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് എച്ച് പി എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, എച്ച് പി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പോയിന്റ് താഴോട്ട് വരും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എടുക്കാമെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുമ്പോൾ ഈ പോയിന്റ് എവിടെ വരും, ഈ പോയിന്റ് ഇതാ ഇവിടെ വരും, സെൻട്രൽ വരും, അതായത് നമ്മുടെ XY ലൈനിൽ വരും. ഓക്കെ, അതായത് ഫ്രണ്ട് വ്യൂ നമ്മുടെ XY ലൈനിൽ വരും. ടോപ്പ് വ്യൂ എന്ത് ചെയ്യും, ടോപ്പ് വ്യൂ ഇവിടെ തന്നെ, അതിന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാമെന്നാണ്. ഇത് വരയ്ക്കാൻ വേറെ ഒന്നുമില്ല, ഇത് കുറച്ച് എളുപ്പമാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം XY ലൈൻ വരയ്ക്കുക. XY ലൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മുടെ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. XY ലൈൻ അതിന് പേര് കൊടുക്കുക, XY ലൈൻ എന്ന് പേര് കൊടുക്കുക. ഇത് X, ഇത് Y. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് വരാം, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് വരാം. ഞാൻ ഇപ്പോൾ ഏത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എച്ച് പി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മുകളിൽ വി പി താഴെ എച്ച് പിയും വരും. ഇപ്പോൾ എന്ത് ചെയ്യാം, മുകളിൽ വി പി ആണ്, മുകളിൽ വി പി താഴെ എച്ച് പി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് എടുക്കാം, വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ. മുകളിൽ വി പി, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തു, ഏതെങ്കിലും ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തു, മുകളിൽ വി പി താഴെ എച്ച് പി. അപ്പോൾ ഇത് പോയിന്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഇവിടെ വരും. അല്ലെങ്കിൽ നമ്മുടെ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 0 ആണ്, എച്ച് പി എന്ന ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ എച്ച് പി എന്ന ഡിസ്റ്റൻസ് തന്നില്ലെങ്കിൽ നമ്മൾ വി പിയിലോട്ടൊന്നും വരയ്ക്കാനില്ല. ഓക്കെ, എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യും, ഒന്നുമില്ല വരയ്ക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പോയിന്റ് എവിടെ വരും, എച്ച് പി എന്ന ഡിസ്റ്റൻസ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ ഈ ലൈനിൽ തന്നെ ഒരു പോയിന്റ് വരയ്ക്കുക. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. ഇനി വി പി എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതെവിടെ വരയ്ക്കണം, എച്ച് പിയിൽ വരയ്ക്കണം. വി പി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, വി പി തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് 30 mm. അതെന്ത് ചെയ്യുക, എച്ച് പിയിൽ വരയ്ക്കുക, എച്ച് പിയിലോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, 30 mm മാർക്ക് ചെയ്യുക. അവിടെ രണ്ടാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക, അവിടെ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇപ്പോൾ 2 പോയിന്റുമായി, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ഇനി ഇതിനെങ്ങനെ പേര് കൊടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ വി പി എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് എച്ച് പിയിൽ മാർക്ക് ചെയ്തു. എച്ച് പിയിലെ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ. ഇപ്പോൾ ഇ ആണ്, അപ്പോൾ സ്മോൾ ലെറ്റർ ഇ. ഇപ്പോൾ എന്താ, ഇത് എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് ഈ ഡാഷ്, ഇയും ഈ ഡാഷ്. ഇനി ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഡിസ്റ്റൻസ് എത്രയാണ് തന്നേക്കുന്നത്, ഡിസ്റ്റൻസ് തന്നേക്കുന്നത് 30 mm മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, നമ്മൾ ജോയിൻ ചെയ്യുക, ആര് വരയ്ക്കുക, ഇത്ര നമ്മളെ വാല്യൂ എഴുതേണ്ട എത്ര, 30 mm എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഒരു കണ്ടീഷനായി, അതായത് എച്ച് പിയിൽ ഇവിടെ വരുന്ന പോയിന്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് 6ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് എഫ് ആണ്. അത് എന്താ, ഓൺ എച്ച് പി തന്നെയാണ്, ഇതും ഓൺ എച്ച് പി ആണ്. പക്ഷേ 30 mm ബിഹൈൻഡ് വി പി ആണ്. ഇപ്പോൾ എവിടെ വരും, നമുക്ക് നോക്കാം, അത് എവിടെ വരുമെന്ന്. അത് ഇങ്ങനെ വരും, അത് ഇവിടെ വരും പോയിന്റ്. എച്ച് പി തന്നെയാണ്, പക്ഷേ വി പിയുടെ ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് ബാക്കിലോട്ട് വരും, ഈ ഒരു പോയിന്റിലാണ് വരുന്നത്, ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്ന, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ പോയിന്റ് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിന് നമ്മുടെ സെക്കൻഡ് ക്വാർട്ടറിൽ എടുക്കാം, അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടറിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എടുക്കാം. ഞാൻ ഇപ്പോൾ സെക്കൻഡ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇതിനെ സെക്കൻഡിൽ എടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ സെക്കൻഡിൽ എടുക്കാം. അപ്പോൾ സെക്കൻഡിൽ എടുക്കുമ്പോൾ ഇത് നോക്കുക, സെക്കൻഡിൽ എടുക്കുകയാണെങ്കിൽ എച്ച് പി എങ്ങനെ റൊട്ടേറ്റ് ആവുന്നത്, മുകളിലോട്ട് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ പ്രൊജക്ഷൻ കിട്ടിയ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. വി പി നമ്മൾ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഫ്രണ്ട് വ്യൂ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പോയിന്റിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ കിട്ടും, ഇവിടെ സെൻറ്ററിൽ വരും, അതായത് XY ലൈനിൽ വരും. ഇങ്ങനെ നോക്കുന്ന ഫ്രണ്ട് വ്യൂ നമ്മുടെ പ്രൊജക്ഷൻ XY ലൈനിൽ വരും. ടോപ്പ് വ്യൂയിലുള്ള ഡിസ്റ്റൻസ് അവിടെ പോകും, മുകളിൽ പോകും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഞാൻ പിന്നെ വരച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ XY ലൈൻ വരയ്ക്കുക. ആദ്യം നമ്മൾ വരയ്ക്കുന്ന XY ലൈനാണ്. ഓക്കെ, XY ലൈൻ വരച്ചു. എന്ത് ചെയ്യാൻ, അതിന് പേര് കൊടുക്കുക, XY ലൈൻ എന്ന് പേര് കൊടുക്കുക. ഇവിടെ XY ലൈൻ, എക്സും വൈ. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് എടുത്താൽ ഇപ്പോൾ എന്താ, എച്ച് പി മുകളിലാണ്, വി പി മുകളിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എച്ച് പി മുകളിലാണ്, വി പി മുകളിലാണ്. അത് 2 ഡിസ്റ്റൻസ് മുകളിലോട്ടാണ് വരയ്ക്കുന്നത്. ഡിസ്റ്റൻസ് നമ്മളെല്ലാം മുകളിലോട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി എന്ത് ചെയ്യുക, വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസ്റ്റൻസ് ഏതായാലും മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഒരു ലൈൻ വരച്ചു. ഈ ലൈനിലാണ് നമ്മൾ എന്ത് എച്ച് പിയും വി പിയും എല്ലാ ഡിസ്റ്റൻസും വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്റ്റൻസ് നോക്കുക. ഡിസ്റ്റൻസ് എന്താ വന്നിരിക്കുന്നത്,
എഫ് ആണ്, പോയിന്റ് എഫ് ആണ്. അപ്പോൾ ഓൺ എച്ച് പി ആണ്. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഇല്ല. 30 mm ബിഹൈൻഡ് വി പി. വി പി എന്നുള്ള ഡിസ്റ്റൻസ് 30 mm ആണ്. അപ്പോൾ വി പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യുന്നത്? എച്ച് പിയിൽ. ഓക്കെ, വി പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എച്ച് പിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, വി പി എന്നുള്ള ഡിസ്റ്റൻസ് 30 mm ആണ്. വി പി എന്നുള്ള ഡിസ്റ്റൻസ് 30 mm. അതുകൊണ്ട് എച്ച് പി, ഏതായാലും എച്ച് പിയും വി പി എല്ലാം മുകളിലോട്ട് വരുന്നപ്പോൾ എന്താ ഇവിടെ നിന്ന് 30 mm മാർക്ക് ചെയ്യുക. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? അതിനെന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് കൊടുക്കുക. ഇവിടെ തൊട്ട് ദൂരമുള്ള ഡിസ്റ്റൻസ് 30 mm. ചരിച്ച് എഴുതുക, 30 mm ഡിസ്റ്റൻസ് കൊടുത്തു. ഇനി പോയിന്റിന് പേര് കൊടുക്കുക. ഇപ്പോൾ എന്താ ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്ര തന്ന? എച്ച് പി വി പി എന്നുള്ള ഡിസ്റ്റൻസ് തന്നേക്കുന്നത്. വി പി എന്നുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് തന്നേക്കുന്നത്. അതെവിടെ വരും? എച്ച് പിയിലാണ് വരുന്നത്. അപ്പോൾ എച്ച് പിയിൽ വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യണം? പേരെങ്ങനെ കൊടുക്കുന്നത്? സ്മോൾ ലെറ്റർ കൊടുക്കുന്നത്. ഇതിപ്പോൾ എഫ് ആണ്, അപ്പോൾ എന്താ സ്മോൾ ലെറ്റർ എഫ്. ഇപ്പോൾ എന്താ അല്ലാത്ത മറ്റേ പോയിന്റ് എന്താ പറയുക? നമ്മുടെ പ്രൊജക്ഷൻ, നമ്മുടെ ഫ്രണ്ട് വ്യൂ എവിടെ വരുന്നത്? ഫ്രണ്ട് വ്യൂ വി പിയിലാണ് വരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അതെവിടെ വരും? ഈ സെൻറ്ററിൽ വരും. ഈ സെൻറ്ററിലാണ് വരുന്നത്. ഇപ്പോൾ ഈ സെൻറ്റർ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സ് വൈ ലൈനിൽ വരും. അത് ഇവിടെ വരും. ഇവിടെ വരുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? എഫ് ഡാഷ് എന്ന് പേര് കൊടുക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എന്തോന്നു ഈ ഇങ്ങനെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് 7ാമത്തെ ക്വസ്റ്റൻ ആണ്, പോയിന്റ് ജി. ഓക്കെ, 20 mm എബോ എച്ച് പി ഓൺ വി പി. പോയിന്റ് വി പിയിലാണ്, 20 mm എബോ എച്ച് പി ആണ്. അപ്പോൾ അതെങ്ങനെ വരും? ഓൺ വി പി ആണ്, 20 mm എബോ എച്ച് പി. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, വി പിയിലാണ്. അത് ഇവിടെ വരും പോയിന്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യാം? നമ്മൾ ആദ്യം റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, അത് ഇങ്ങനെ ഇരിക്കുന്ന പോയിന്റ് ഇവിടെ ഇരിക്കുന്ന വി പി എന്ന ഡിസ്റ്റൻസ് ഇല്ല, വി പിയിലാണ് ഇരിക്കുന്ന പോയിന്റ്. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത കണക്കാണ്. ഏതെങ്കിലും ഇപ്പോൾ 2 ക്വാഡ്രന്റ് വരാം. ഇതിപ്പോൾ ഏതൊക്കെ ക്വാഡ്രന്റ് വരാം? ഒന്നിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് വരാം, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് വരാം. ഏതെങ്കിലും ഒരു ക്വാഡ്രന്റ് എടുക്കുക. പിന്നെ ഫസ്റ്റ് എടുത്താലും സെക്കൻഡ് എടുത്താലും സെയിം തന്നെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെ വരയ്ക്കും നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ എക്സ് വൈ ലൈൻ വരയ്ക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എക്സ് വൈ ലൈൻ വരയ്ക്കുക. ഇപ്പോൾ എക്സ് വൈ ലൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യും? എക്സ് വൈ ലൈൻ എന്ന് പേര് കൊടുക്കുക. എക്സ് വൈ ലൈൻ പേര് കൊടുക്കുക. എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യും? വി പി ഇവിടെ ഉണ്ട്, എച്ച് പി എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് പോയി. അപ്പോൾ എന്താ? മുകളിൽ വി പിയും താഴെ എന്ത് വരും? എച്ച് പിയും വന്നു. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ എച്ച് പി വി പി ആണ്. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ഫ്രണ്ട് വ്യൂ എടുക്കുകയാണ്. ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് എവിടെ വരും? ഇങ്ങനെയുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ നോക്കുമ്പോൾ എന്താ? ഇവിടെ തന്നെയാണ് പോയിന്റ്. എച്ച് പി എന്നുള്ള ഹൈറ്റ് എവിടെ വരും? എച്ച് പി എന്നുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര? എച്ച് പി എന്നുള്ള ഹൈറ്റ് നമുക്ക് എത്ര തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? എച്ച് പി എന്നുള്ള ഹൈറ്റ് 20 mm ആണ്. 20 mm എബോ എച്ച് പി. അതെവിടെ വരും? വി പിയിൽ വരും. ഓക്കെ, അപ്പോൾ മുകളിലോട്ടുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് 20 mm. അപ്പോൾ 20 mm എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. 20 mm ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ മുകളിലത്തെ പോയിന്റായി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ എവിടെ വരുന്ന ഈ പോയിന്റ് എന്ത് ചെയ്യും? ഈ പോയിന്റ് പ്രൊജക്ഷൻ എവിടെ കിട്ടും? സെൻറ്ററിൽ കിട്ടും. അത് എവിടെ വരും? എക്സ് വൈ ലൈനിൽ വരും. അപ്പോൾ ഇതെന്താ? ഇവിടെ വരും പോയിന്റ്. ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ പേര് കൊടുക്കുന്ന? പേരെങ്ങനെ കൊടുക്കുന്ന? അപ്പോൾ നമുക്ക് എച്ച് പി എന്നുള്ള ഹൈറ്റ് തന്നിരിക്കുന്നത് 20 mm. എച്ച് പി എന്നുള്ള ഹൈറ്റ് നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്? വി പിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വി പിയിൽ വരുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? ഡാഷ് കൊടുക്കും. അപ്പോൾ ഇത് ജി ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ജി ഡാഷും ഇതെന്ത് വരും? ജിയും വരും. ജി ഡാഷും ജിയും. ഇനി എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം, ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ എത്ര? ഇത് 20 mm ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുക, ആരോ കൊടുക്കുക. ഇത്ര 20 mm ചരിച്ചെഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആ പോയിന്റും കഴിഞ്ഞു. നമ്മുടെ അടുത്ത പോയിന്റ് എന്താ? പോയിന്റ് എച്ച് ആണ്, 20 mm ബിലോ എച്ച് പിയും ഓൺ വി പി. അപ്പോൾ അതെങ്ങനെ വരും നോക്കാം. അതെന്ന് പറഞ്ഞാൽ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 20 mm, വി പിയിലാണ് പോയിന്റ്. അപ്പോൾ എങ്ങനെ വരും? ഇതെങ്ങനെ വരും? ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഇരിക്കണം? വി പിയിലാണ്, 20 mm ബിലോ എച്ച് പി ആണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പോയിന്റ്. ഇനി അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ വരും നോക്കാം. അപ്പോൾ ഇത് ഏതൊക്കെ പ്ലെയിനിൽ വരാം? നമുക്ക് വേണമെങ്കിൽ തേർഡിലെടുക്കാം, അല്ലെങ്കിൽ ഫോർത്തിലെടുക്കാം. അപ്പോൾ ഞാൻ ഫോർത്തിലെടുക്കാമെന്ന് വിചാരിക്കാം. ഞാൻ ഫോർത്തിലെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫോർത്ത് ക്വാഡ്രന്റിലാണെന്ന് വിചാരിച്ചാൽ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തേർഡിലെടുത്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഇഷ്ടമുള്ള രീതി വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ എക്സ് വൈ ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. എക്സ് വൈ ലൈൻ വരയ്ക്കും. എക്സ് വൈ ലൈൻ വരച്ചു. ഓക്കെ, ഇനി പേര് കൊടുക്കുക. എക്സ് വൈ ലൈൻ, നമ്മുടെ എക്സ്, നമ്മുടെ വൈ. ഓക്കെ, എക്സ് വൈ ലൈൻ വരച്ചു. നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ് നമ്മൾ എടുത്താൽ. അപ്പോൾ എന്ത് വരും? വി പി താഴെയുണ്ട്, എച്ച് പി എന്ത് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വരും. ഇപ്പോൾ വി പിയും എച്ച് പിയും താഴോട്ടാണ്. വി പിയും ഇവിടെയാണ്, എച്ച് പിയും ഇവിടെയാണ്. രണ്ടും താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു. ഓക്കെ, ഇനി നോക്കുക. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ
എന്താ പറയുക, നമ്മൾ ഫ്രണ്ട് വ്യൂ എടുത്തു. ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എവിടെ വരും? ഇവിടെ തന്നെ വരും, VP തന്നെ വരും. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് എവിടെ വരും? നമ്മുടെ സെൻറ്ററിൽ വരും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, അതായത് ഏതായാലും ഫോർത്ത് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, HP VP ഡിസ്റ്റൻസ് ഔട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈൻ എന്ത് ചെയ്യുക, ഇവിടുന്ന് താഴോട്ട് വരും. ഇവിടുന്ന് താഴോട്ട് തന്നെ വരും, ഇങ്ങനെ താഴോട്ട് തന്നെ വരുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് പോയിന്റും ഡിസ്റ്റൻസും മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഓരോ പോയിന്റ് നോക്കുക. ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, HP എന്നുള്ള ഡിസ്റ്റൻസ് തന്നേക്കുന്നത് 20 mm. 20 mm ബിലോ HP പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 20 ആണ്. HP എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? VP മാർക്ക് ചെയ്യും. അത് താഴോട്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 20 mm. ഈ ഡിസ്റ്റൻസ് എത്ര? നമ്മുടെ 20 mm. ഇനി പേര് കൊടുക്കുക. ഇപ്പോൾ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ഏതാ? HP എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. HP എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യുന്നത്? VPയിലാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത് VPയിലെ. അപ്പോൾ VPയിലെ പോയിന്റ് നമ്മൾ എന്താ പേര് കൊടുക്കുന്ന? ഡാഷ് വെച്ച പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ H ആയതുകൊണ്ട് ഇത് H ഡാഷും ഇതെന്ത് വരും? H. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ലാസ്റ്റ് പോയിന്റ് J ആണ്. അതൊന്നും എന്താ, ഓൺ ബോത്ത് HP ആൻഡ് VP. അത് നമുക്ക് ഒരു ഡിസ്റ്റൻസ് തന്നിട്ടില്ല, HP-യിലും ആണ് VP-യിലും ആണ്. അപ്പോൾ നമ്മൾ ഈ പടം നോക്കുക. പടം നോക്കുമ്പോൾ അറിയാം നമ്മൾ എന്താ വരുന്നത്, നമ്മുടെ എന്താ HP പ്ലെയിനിലും VP പ്ലെയിനിലും ഒരുമിച്ച് വരണമെങ്കിൽ എന്താ പറഞ്ഞാൽ എന്താ, ഈ XY ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ആ പോയിന്റ്. അതായത് നമ്മുടെ ലൈൻ ആ XY ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് വരും. വേറെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതിന് പേരും കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? അപ്പോൾ നമ്മൾ അതിന് മാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇരിക്കുന്ന പോയിന്റ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ക്വാഡ്രൻ്റ് ആയാലും കുഴപ്പമില്ല, എങ്ങനെ എടുത്താലും സെയിം തന്നെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം XY ലൈൻ മാർക്ക് ചെയ്യുക. XY ലൈൻ മാർക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, പേര് കൊടുക്കുക. XY ലൈൻ ലൈൻ മാർക്ക് ചെയ്തു. ഏത് ക്വാഡ്രൻ്റ് എന്നുള്ളതും കുഴപ്പമില്ല. ഇപ്പോൾ ഏത് ക്വാഡ്രൻ്റ് എടുത്താലും എന്താ, നമ്മുടെ പോയിന്റ് HP-യിലും VP-യിലും ആണ്. അപ്പോൾ എന്ത് വരും, അതിൻ്റെ മീനിങ് എന്താ പറഞ്ഞാൽ ആ പോയിന്റ് XY ലൈനിലാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ 2 പോയിന്റ് വരേണ്ട, പക്ഷേ 2 പോയിന്റ് എന്താ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് പേര് കൊടുക്കുക. പേരെന്താ വരുന്നത്, നമ്മുടെ J എടുത്തേക്കുന്നത്. അപ്പോൾ എന്താ, Jയും J ഡാഷ് രണ്ടും എന്താ ഒരു പോയിന്റിലാണ് വരുന്നത്. രണ്ടും ഒരു പോയിന്റിലായിട്ട് ഇങ്ങനെ വരും. ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. ഓക്കെ, അതിനകത്ത് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിരിക്കുന്നത് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ്റെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കുന്നത്. 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിനെന്ത് ചെയ്യുക, 5 എണ്ണം ഒരു ലൈനകത്ത് തന്നെ കോമൺ ആയിട്ട് മാർക്ക് ചെയ്യുക. ഒരു XY ലൈൻ വരയ്ക്കുക. അതിനകത്ത് തന്നെ HP VP എന്ന് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിൽ ആലോചിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, 5 എണ്ണം ഒരു ലൈനിൽ തന്നെ അങ്ങ് മാർക്ക് ചെയ്യുക. അപ്പോൾ അത്രയും സ്ഥലം വേസ്റ്റ് ആവത്തില്ല, പെട്ടെന്ന് മാർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഒരുപാട് സമയം കളയരുത്. ഇതുപോലെ 5 എണ്ണം ഒരുമിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ സെയിം എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. ഇതാണ് പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പ്രോപ്പർ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും പ്രോപ്പറായിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം കറക്റ്റായി ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ പോയിന്റ് പ്രൊജക്ഷൻ.